മിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. സമരിയക്കെതിരെ ആരോപണം. മൊരേഷത്തുകാരനായ മിക്കായ്ക്ക് യോദോം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയയിലെയും ജെറൂസലേമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇത് സംഭവിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്ന ഭൂമിയിലെ വിജാഗിരികൾ ചവിട്ടിമെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കീഴ്ക്കാന്തൂക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിൻ്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപവുമാണ് ഇതിന് കാരണം. എന്താണ് യാക്കോബിൻ്റെ അതിക്രമം? അത് സമരിയ അല്ലേ? എന്താണ് യൂദാ ഭവനത്തിൻ്റെ പാപം? അത് ജെറൂസലേമിലല്ലേ? അതിനാൽ ഞാൻ സമരിയയെ വെളിംപ്രദേശത്തെ കൂനയാക്കും. മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും. അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവളുടെ വിഗ്രഹങ്ങൾ തുടച്ചുടയ്ക്കും. അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും. ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേദനം വഴിയാണ് അവ സമ്പാദിച്ചത്. വേശ്യയുടെ വേദനവുമായി അത് തിരിച്ചു കൊടുക്കും. ജെറൂസലേമിനെ കുറിച്ച് വിലാപം. ഇതോർത്തു ഞാൻ ദുഃഖിച്ചു കരയും. നഗ്നനും നിഷ്പാദകനുമായി ഞാൻ നടക്കും. കുറുനരികളെ പോലെ ഞാൻ നിലവിളിക്കും. ഒട്ടക പക്ഷികളെ പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടുത്താത്തതാണ്. അത് യൂദാ വരെ, എൻ്റെ ജനത്തിൻ്റെ കവാടമായ ജെറൂസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് നിങ്ങൾ ഇത് പറയരുത്, കരയുകയും അരുത്. ബേത്സ്ല യാഫ്രായിലെ പൊടിമണ്ണിൽ വീണുരുളുക. ഷാഫീർ നിവാസികളെ നഗ്നരും ലജ്ജിതരുമായി കടന്നു പോകുവിൻ. സനാൻ നിവാസികൾ പുറത്തു വരുന്നില്ല. ബെത് എസായിൽ നിന്നുള്ള വിലാപം തന്നെ നിരാലംബയാക്കും. കർത്താവ് അയച്ച അനർത്ഥം ജെറൂസലേമിൻ്റെ കവാടത്തിൽ എത്തിയതിനാൽ മരോത്ത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലിഗേഷ് നിവാസികളെ രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സെഹിയോൻ പുത്രിയുടെ പാപത്തിനു കാരണം നിങ്ങളാണ്. ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മൊറേഷ് തഗതത്തിന് വിട നൽകുവിൻ. ആക്സീവ് ഭുവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മെരേഷ നിവാസികളെ നിങ്ങളെ കീഴടക്കാൻ ഒരുവനും വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിൻ്റെ മഹത്വം അതുല്ലാം ഗുഹയിൽ ഒളിപ്പിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ. അവർ കടത്തപ്പെടും. അതിനാൽ കഴുകനെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവിൻ. സ്നേഹമുള്ളവരെ, മിക്ക പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചു കേട്ടത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വചനം വളർത്തിയെടുക്കാൻ, വചനം കൊടുക്കാൻ നമ്മൾ ശക്തരാകുമ്പോൾ ദൈവവചനം നമ്മളുടെ ഹൃദയത്തിലും മറ്റുള്ളവരുടെ ഹൃദയത്തിലും വസിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.